നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതിന് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. സ്പോർട്സ് കോട്ട ബേസിസിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 25/7/2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 24/8/2026. ഈ സ്പോർട്സ് പേഴ്സൺ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഏതൊക്കെ സ്പോർട്സിന് ഈവൻറ്റുകളാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇവൻറ്റ് ആർച്ചറിയാണ്. വുമൺ, അത്ലറ്റ്സ് മാൻ, ബാസ്കറ്റ്ബോൾ മാൻ, ബാസ്കറ്റ്ബോൾ വുമൺ, ബാഡ്മിൻ്റൺ, ബോക്സിംഗ്, ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെയാണ് പറയപ്പെടുന്നത്. ദെൻ ആർച്ചറി, അത്ലറ്റ്സ്, ബാഡ്മിൻ്റൺ ഇതിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അങ്ങനെ 56 ഇനങ്ങൾ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൂടെ ജസ്റ്റ് ഓർത്തിരിക്കും. ഇവിടെ പറയുന്നുണ്ട് സെലക്ട് കാൻഡിഡേറ്റ്സ് വിൽ ബി പോസ്റ്റഡ് ഇൻ ദ ഡിവിഷൻ. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇവിടെ പറയുന്നുണ്ട് പേ ലെവൽ 3 or 2ലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. +2 പാസ്സായിരിക്കണം. +2 പാസ്സായിരിക്കണം. 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ലെവൽ 1ലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് എടുത്തവർക്ക് അപ്ലൈ, അല്ലെങ്കിൽ ITI പഠിച്ചവർക്ക് അപ്ലൈ. 18 മുതൽ 25 വയസ്സുള്ളവർക്ക് അപ്ലൈ എന്ന് ഓർത്തിരിക്കും. സ്പോർട്സ് നോംസ് ഒക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്ന, അതുപോലെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓരോന്നിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ അവർ ട്രയൽ സ്പോർട്സ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടും ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നതിനോട് പറയപ്പെടുന്നുണ്ട്. ഇനി പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു യങ്ങർ കാൻഡിഡേറ്റിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് 500 രൂപയാണ്. എക്സെപ്റ്റ് വരുന്നത് SC/ST, എക്സ് സർവീസ്മാൻ, വുമൻ, അതുപോലെ തന്നെ മൈനോറിറ്റി ആൻഡ് EWS കാൻഡിഡേറ്റ്സിനൊന്നും, എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സസിനൊന്നും 250 രൂപ, ബാക്കി വരുന്ന കാൻഡിഡേറ്റിന് 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കും. ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. www.nfri.indianrailways.gov. എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി കാൻഡിഡേറ്റ് ഷുഡ് സെൻഡ് any ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഓർ സർട്ടിഫിക്കറ്റ്സ് ഓർ കോപ്പി ബൈ പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോ അത് വേണ്ടവർക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിലേക്കാണ്. സ്പോർട്സ് കോട്ട ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. താങ്ക് യു.